ഒരു പരീക്ഷ എടുക്കുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥിക്ക് ആ കുട്ടിയുടെ ബ്രെയിനിനെ ഏറ്റവും നന്നായിട്ട് നിങ്ങൾ യൂസ് ചെയ്തിരിക്കണം. സാർ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു ആ കാറ് നന്നായിട്ട് റൺ ചെയ്യണമെങ്കിൽ, അതിൻ്റെ എഫിഷ്യൻസി, അതിൻ്റെ ക്വാളിറ്റി നമുക്ക് കിട്ടണമെങ്കിൽ 2 കാര്യങ്ങൾ വേണം. ഒന്ന്, ആ കാറ് ഡ്രൈവ് ചെയ്യാൻ അറിയാതിരിക്കണം. സെക്കൻഡ് വൺ, ആ കാറിന് വേണ്ട ഫ്യൂവൽ കൊടുക്കണം. യെസ് ഓർ നോ? ഒരു കാറ് എത്ര ലക്ഷറീസ് ആയിട്ടുള്ള കാറാണെങ്കിലും ആ കാറിനെ നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഫസ്റ്റ് വൺ, ഡ്രൈവ് ചെയ്യാൻ അറിയാമായിരിക്കണം. സെക്കൻഡ് വൺ, അതിന് വേണ്ട ഫ്യൂവൽ കൊടുക്കണം. ഓക്കെ, ഇതേപോലെ പരീക്ഷയ്ക്ക് ഏറ്റവും നല്ല റാങ്ക് സ്കോർ ചെയ്യണമെങ്കിൽ, നിങ്ങളിലെ ഏറ്റവും നല്ല പൊട്ടൻഷ്യലിനെ, റിസൾട്ടിനെ നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവരണമെങ്കിൽ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കണം. നിങ്ങളുടെ ബ്രെയിനിനെ ഡ്രൈവ് ചെയ്യാൻ അറിയാമായിരിക്കണം. 2, ഈ ബ്രെയിനിന് വേണ്ട ഫ്യൂവൽ എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് അറിയാമായിരിക്കണം. ഇതിൽ ആദ്യത്തേതാണ് ഡ്രൈവ് ചെയ്യാൻ അറിയുക. അതുകൊണ്ടാണ് സാറ് പറഞ്ഞത്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, ബിലീഫ്, ബ്രെയിൻ നന്നായിട്ട് ഫങ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതിനെ ഡ്രൈവ് ചെയ്യാൻ അറിയണമെങ്കിൽ ആദ്യം തന്നെ ബ്രെയിനിന് വേണ്ടത് വിശ്വസിക്കുക എന്നുള്ളതാണ്. എനിക്കത് നേടാനുള്ള കഴിവുണ്ടെന്ന് വിശ്വസിക്കുക. എന്നിട്ട് മൈൻഡിൻ്റെ ആറ്റിറ്റ്യൂഡ്, എന്നെക്കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള ഐ ക്യാൻ എന്നൊരു ആറ്റിറ്റ്യൂഡ് നിങ്ങളിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ആക്ഷൻ, ചെയ്യാനുള്ളത് മുഴുവൻ ചെയ്യുക. ഇനി രണ്ടാമത്തെ കാര്യം, അതിന് വേണ്ട ഫ്യൂവൽ. 20 ഫുഡുകളാണ് നിങ്ങളുടെ ബ്രെയിനിന് കൊടുക്കേണ്ടത്. ബ്രെയിനിന് കൊടുക്കേണ്ട ഫുഡുകളിൽ ഒന്നാമത്തത്, ഫസ്റ്റ് വൺ ഏതാണ്? ഓക്സിജൻ. സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് omega-3. നമ്മുടെ ബ്രെയിനിന് എങ്ങനെയാണ് ഈ omega-3 കൊടുക്കുന്നത്? ഏറ്റവും കൂടുതൽ ഈ omega-3 കിട്ടുന്നത് എവിടുന്ന? സ്മോൾ ഫിഷസ്. അപ്പോൾ നിങ്ങൾ ഈ പരീക്ഷ എടുക്കുന്ന സമയത്ത് ഏറ്റവും നിങ്ങളുടെ ഫുഡിൻ്റെ കൂടെ omega-3 ഉള്ള ഫുഡുകൾ, ഇതുമല്ലെങ്കിൽ ഇനിയുള്ള ഈ ഒരു 3 മാസം ഈ പരീക്ഷകളെ ഫോക്കസ് ചെയ്ത് പഠിക്കുമ്പോൾ ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ടുള്ള omega-3 ടാബ്ലറ്റുകൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും കൺസ്യൂം ചെയ്യണം.